to Shamie Tech. This is Mohammed Shamie from Shamie Tech Video. And ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്കാണ് പോകുന്നത്. അതായത് വാട്സാപ്പിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. വാട്സാപ്പിൻ്റെ കുറച്ച് മറഞ്ഞു കിടക്കുന്ന വാട്സാപ്പിനകത്ത് കുറച്ച് ട്രിക്സും ടിപ്സും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കുറേ ട്രിക്സും ടിപ്സൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഏറെ സമയങ്ങളായി നമുക്ക് വാട്സാപ്പിൻ്റെ ആ വീഡിയോസിലേക്ക് പോകാം. ഒരു 5 ട്രിക്സും ടിപ്സൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വാട്സാപ്പിൻ്റെ ആ 5 ട്രിക്സും ടിപ്സൊക്കെ നമ്മൾ കണ്ടിട്ട് വരാം. ഗോ ടു ദ വീഡിയോസ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വാട്സാപ്പ് ട്രിക്കിലേക്ക് പോകും. ഫസ്റ്റ് വാട്സാപ്പ് ട്രിക്ക് എന്നത് നമ്മുടെ വാട്സാപ്പ് നമുക്ക് എങ്ങനെ നമ്മുടെ ഓൺ ലാംഗ്വേജ് നമ്മുടെ മാതൃഭാഷയിൽ എങ്ങനെ വാട്സാപ്പ് ഉപയോഗിക്കാമെന്നാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വാട്സാപ്പിൻ്റെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് കോർണറിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സിലേക്ക് പോകുക. സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ അവിടെ ചാറ്റ്സിലേക്ക് നമുക്ക് കടക്കുക. ചാറ്റ്സിലേക്ക് കടക്കുമ്പോൾ അവിടെ ചാറ്റ് സെറ്റിങ്സിൻ്റെ 4ാമത്തെ ഓപ്ഷനായ ആപ്പ് ലാംഗ്വേജാണ്. ആപ്പ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക. അവിടെ 10ഓളം ലാംഗ്വേജ് നമുക്ക് കാണാൻ പറ്റും. ആ 10ഓളം ലാംഗ്വേജിന് ലാസ്റ്റായിട്ട് നമ്മുടെ സ്വന്തം മലയാളം കാണാൻ പറ്റും. അത് മലയാളം ലാംഗ്വേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് മൊത്തം മലയാളമായി നമുക്കവിടെ മലയാളത്തിൽ തന്നെ നമ്മുടെ വാട്സാപ്പ് സെൻഡ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രിക്ക്. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 2ാമത്തെ ട്രിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ചിലരെങ്കിലും നേരിടുന്ന പ്രധാന പ്രശ്നമായിരിക്കും. നമ്മളറിയാതെ ചിലരൊക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാനായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വാട്സാപ്പ് തന്നെ അതിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. വാട്സാപ്പിൻ്റെ ഫീച്ചേഴ്സിൽ തന്നെ ഉണ്ട്. അപ്പം അതിനായി നമ്മൾ ചെയ്യേണ്ടത് വാട്സാപ്പിൻ്റെ 3 ഡോട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിനകത്ത് പോവുക. സെറ്റിങ്സിനകത്ത് പോയിട്ട് അവിടെ നമുക്ക് അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ടിൽ പ്രൈവസി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്രൈവസി ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് അപ്പം ഗ്രൂപ്പ്സ് എന്നുണ്ട്. ഗ്രൂപ്പ്സിൽ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരുന്ന എവരി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഈ എവരി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അപ്പോൾ അതിൻ്റെ താഴെ മൈ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഏതെല്ലാം എൻ്റെ കോണ്ടാക്റ്റുള്ള ആർക്ക് വേണമെങ്കിലും എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യാം. എവരി എന്ന് വെച്ചാൽ എൻ്റെ കോണ്ടാക്ട്സിൽ ഇല്ലാത്തവർക്കും എന്നെ ആഡ് ചെയ്യാം. മൈ കോണ്ടാക്ട്സിൽ എൻ്റെ കോണ്ടാക്ട്സിലുള്ളവർക്ക് മാത്രമേ എന്നെ കോണ്ടാക്ട്സിൽ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ താഴെ മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ് ദീസ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ എൻ്റെ കോണ്ടാക്ട്സിൽ ഇവരൊഴികെ ബാക്കി എല്ലാവർക്കും എൻ്റെ കോണ്ടാക്ട്സിൽ എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു മൊത്തത്തിൽ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വാട്സാപ്പിൽ 2ാമത്തെ ട്രിക്ക്. അപ്പോൾ 3ാമതായ നമ്മളുടെ ഒരു ട്രിക്ക് എന്ന് പറയുന്ന ട്രിക്കല്ല, ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് പേര് നമ്മുടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ഇടുമ്പോൾ അത് ഷെയർ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് മുമ്പൊക്കെ നമ്മൾ ചെയ്യുന്ന വാട്സാപ്പിൻ്റെ എടുത്തിട്ട് ഈ ആരോ മാർക്ക് നേരെ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാറ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല. വാട്സാപ്പിൻ്റെ പുതിയ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്റ്റാറ്റസിൻ്റെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ആർക്കാണോ ഫോർവേഡ് ചെയ്യേണ്ടത് അവർക്കും ഫോർവേഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് ഏത് വേണമെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ, ഇമെയിൽ അങ്ങനെ ഒരുപാട് ഇതിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്ഡേറ്റുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു 3ാമത്തെ ട്രിക്കുമാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം വാട്സാപ്പിനകത്ത് ഇപ്പോൾ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് 4ാമത്തെ ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, 4ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആരുടെ കയ്യിലെങ്കിലും ഫോൺ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ആ ഫോൺ തുറന്ന് വാട്സാപ്പിലെ ചാറ്റെല്ലാം കാണുമോയെന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ വാട്സാപ്പിൻ്റെ ചാറ്റെല്ലാം പെട്ടെന്ന് ചാറ്റെല്ലാം ക്ലിയർ ചെയ്യാൻ കൊടുക്കാറ്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ വാട്സാപ്പിനകത്ത് തന്നെ നമുക്കത് ചാറ്റ് ഹൈഡ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു സംഭവമുണ്ട്. ആർച്ചീവ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചാറ്റ് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ റൈറ്റ് കോർണറായിട്ട് 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആർച്ചീവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാറ്റ് ഹൈഡായി. ഇനിയിപ്പോൾ ആ ചാറ്റ് നമ്മുടെ മൊബൈലില്ല. ഇനി നമുക്ക് വീണ്ടും ആ ചാറ്റിൽ എടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വ്യക്തിയുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്തൊരു ഹായ് കൊടുത്താൽ മതിയാവും. അപ്പോൾ വീണ്ടും
വീണ്ടും നമുക്ക് ആ ചാറ്റ് അവിടെ ഒന്ന് കിടപ്പുണ്ടാവും. അതാണ് 4ാമത്തെ ഓപ്ഷൻ. നിങ്ങളെല്ലാം ജസ്റ്റ് അതും ട്രൈ ചെയ്യുക. പക്ഷേ അതിന് ഇപ്പോൾ ഇനി അതിന് ക്ലിയർ ചാറ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ആർച്ചീവ് ചാറ്റ് കണ്ടു കഴിഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ഇനി അത് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇനി നോക്കാൻ പോകുന്നത് അവസാനത്തെയും 5ാമത്തെയും ട്രിക്കാണ്. അത് നമുക്ക് എനേബിൾ അതൊരു രസകരമായ ട്രിക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യകരമായ ട്രിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളെല്ലാം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് നമ്മൾ ബസ്സിലോ നമ്മൾ വേറെ യാത്രയിലേക്ക് പോകുമ്പോൾ നമ്മൾ വാട്സാപ്പ് ടൈപ്പ് ചെയ്യും. പക്ഷേ അടുത്തുള്ള നമ്മുടെ സീറ്റിലുള്ള കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വേറൊരു വ്യക്തി നമ്മുടെ വാട്സാപ്പിനകത്ത് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് എത്തി നോക്കാനുള്ള ആകാംക്ഷയും അവൻ്റെ ഏറെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കീബോർഡ് എടുക്കുക. കീബോർഡിനകത്ത് 3 ഡോട്ട്സ് ഉണ്ടാകും. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫ്ലോട്ടിംഗ് ഒരുപാട് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ഫ്ലോട്ടിംഗ് സെലക്ട് ചെയ്യുക. ഫ്ലോട്ടിംഗ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കീബോർഡ് നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്താലും എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് അയച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ഞാൻ എൻ്റർ കൊടുക്കുമ്പോൾ എന്താണ് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചതെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കീബോർഡ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് നമുക്ക് എക്സാമ്പിൾ മാറ്റണമെങ്കിൽ അത് വീണ്ടും 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അൺഫ്ലോട്ടിങ്ങിന് വീണ്ടും സെലക്ട് കൊടുക്കുക. അപ്പോൾ പഴയ രീതിയിലാവും. അപ്പോൾ ഇതാണ് 5ാമത്തെയും അവസാനത്തെ ട്രിക്ക്. ഇന്നത്തെ ഈ വീഡിയോസിലുള്ള 5 ട്രിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താഴെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ടെക് ലോകത്തെ പുതിയൊരു വിശേഷമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണും വരെ. It is signing off from Mohammed Shamie from Shamie Tech Video. Thanks for watching this video. Bye bye.